വർഷം 1952. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ 364 സീറ്റുകളുമായി അധികാരത്തിലെത്തുന്നു, ബഹുഭൂരിപക്ഷത്തോടുകൂടി. കേവലം 16 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവായിരുന്ന AK ഗോപാലനെ, അതായത് സഖാവ് AKജിക്ക് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം കിട്ടുന്നു. വർഷങ്ങൾ കടന്നുപോയി. അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാക്കളും ജയിലിലായിരുന്നു. 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ 400 പാർ കിട്ടുന്നു. 400 പാർ എന്ന് പറഞ്ഞാൽ 414 സീറ്റ് വരെ അവർക്ക് നേടാൻ കഴിയുന്നു. അന്നത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തെലുഗുദേശം പാർട്ടി TDP, അതായത് ഇന്നത്തെ മോദി മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള അതേ TDPക്ക് അനൗദ്യോഗികമായിട്ടാണെങ്കിൽ കൂടി പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുന്നില്ല. വർഷം 2014 നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന അതികായൻ്റെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ മുന്നണി അഥവാ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA അധികാരത്തിൽ വരുന്നു. അതിനുശേഷമുള്ള ഒരു ദശാബ്ദക്കാലം, അതായത് 10 വർഷം പ്രതിപക്ഷ നേതാവിൻ്റെ കസേര ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പ്രതിപക്ഷവും മിസ്സിംഗ് ആയിരുന്നു. ആ കസേരയിലേക്കാണ് നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരനായ രാഹുൽ ഗാന്ധി കടന്നു വന്നിരിക്കുന്നത്. ചിലർ പറയുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളൊന്നും നടക്കാനില്ല, വലിയ ചേഞ്ചൊന്നും വരില്ല എന്ന് പറയുന്നു. പക്ഷേ മറ്റു ചിലർ പറയുന്നു അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. പ്രതിപക്ഷത്തിൻ്റെ തിരിച്ചുവരവാണിത്, പ്രതിപക്ഷത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണിത്. സോ ക്ലിയർ ഐസ് പോഡ്കാസ്റ്റ് ഡിസ്കസ് ദ ടോപ്പിക്, ഈസ് ദിസ് ദ റിസർജൻസ് ഓഫ് ദ ഓപ്പോസിഷൻ? ഐശ്വര്യ, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി രാഹുൽ ഗാന്ധി വന്നിരുന്നു, അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കാൻ ഒരാളെ കിട്ടി എന്നതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ അർത്ഥമാക്കേണ്ടത്? അതൊരു ചെറിയ പോസ്റ്റാണോ? അതൊരു ചെറിയ പോസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇന്ത്യനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെമോക്രസിയാണ്. ഇപ്പോൾ ഡെമോക്രസിയുടെ പ്രൈമറി മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ ആൾക്കാരുടെ ഭാഗത്തുനിന്നും കൂടെ ഒരു രണ്ട് സൈഡും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഒപ്പോസിഷൻ ലീഡർ ഉണ്ടെങ്കിൽ മാത്രമേ ആ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിലേക്ക് പോവാതെ ഈ ഒരു എന്താ പറയുക ബാലൻസിലേക്ക് അല്ലെങ്കിൽ ഡെമോക്രസിയിലേക്ക് ഒതുങ്ങാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോവില്ലേ? ആരെങ്കിലും ചോദ്യം ചെയ്യാനോ ബദലായിട്ടുള്ള ഒരു പോളിസി മുമ്പോട്ട് വെക്കാനോ അല്ലെങ്കിൽ എതിർപ്പുള്ളവരുടെ വോയിസ് അതവിടെ വേണമല്ലോ, ഒരു റെപ്രസെൻറ്റേഷൻ വേണമല്ലോ. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല, ഇതൊരു ഡെമോക്രസി ആയതുകൊണ്ട്. ഓക്കെ ബാല, ലീഡർ ഓഫ് ഒപ്പോസിഷന് പല വിധത്തിലുള്ള പവേഴ്സുകളുണ്ട്. അതിലൊന്നാണ് ഷാഡോ പ്രൈം മിനിസ്റ്റർ ആവുന്നതിൻ്റെ പവർ. അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? തീർച്ചയായും. ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിന് നമ്മളൊരു വ്യക്തിപരമായിട്ട് മാത്രം കാണേണ്ടൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മളുടെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആൾക്കാരുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഒരു ഒപ്പോസിഷൻ, പ്രതിപക്ഷം കൃത്യമായി ഭരണപക്ഷത്തെ കൺട്രോൾ ചെയ്യാൻ വേണം എന്നുള്ളത് അവിടുത്തെ ആവശ്യകതയാണ്. ഇതിൽ നോക്കുമ്പോൾ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് നമ്മൾ ഭരണഘടനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമായിട്ടോ സ്റ്റാറ്റ്യൂട്ടറിലോ റെക്കഗ്നൈസ് ചെയ്തൊരു കാര്യമല്ല. പക്ഷേ എന്നാൽ പോലും അതൊരു പ്രതീക്ഷ കൂടി നൽകുന്ന കാര്യമാണ്. ഭരണഘടന വിശ്വാസികളായാലും ഗവൺമെൻറ് ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിച്ച് കൂടുക എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ റോൾ. അപ്പോൾ ഒപ്പോസിഷൻ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അതിനെ ലീഡ് ചെയ്യുന്ന ഒപ്പോസിഷൻ ലീഡർ വരുമ്പോൾ അതൊരു ഷാഡോ പ്രൈം മിനിസ്റ്ററായിട്ട് കണക്കാക്കുന്നത് ആ രീതിയിൽ കൂടിയാണ്. പ്രൈം മിനിസ്റ്റർ രാജിവെക്കുകയോ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ മന്ത്രിസഭ താഴെ പോവുകയും ഓട്ടോമാറ്റിക്കലി കൃത്യമായിട്ട് ആരാണ് നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ ഒരു റോൾ കൂടി വഹിക്കാൻ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഷാഡോ പ്രൈം മിനിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പോഴാണ് ഈ ഒരു പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷമാണ് ഇത്രയധികം ഈ ടേം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്ര ഉറപ്പ് തരുന്ന അല്ലെങ്കിൽ ഒരു നമ്മുടെ മെയിൻ ഗവൺമെൻറ്റിന് പാരലായിട്ട് അല്ലെങ്കിൽ ഷാഡോ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വരാമെന്നുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല പാർലമെൻറ്റിൽ. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒപ്പോസിഷൻ ലീഡർ ആയതിനു ശേഷം ഇത്രയും റെപ്രസെൻറ്റേഷൻ വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരു ഡിസ്കഷനെങ്കിലും കോalition ഗവൺമെന്റ് എന്നുള്ള കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ ഐശ്വര്യ മാം പറയുന്നത് നമ്മുടെ പുതിയ പ്രതിപക്ഷത്തിലും പ്രതിപക്ഷ നേതാവിലും കുറച്ച് പ്രതീക്ഷ അർപ്പിക്കാമെന്നാണ്. ഇതിപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണല്ലോ. ഇപ്പോൾ ആസ് ഓഫ് നോ ഡിബേറ്റ്സ് വന്നിട്ടുള്ളപ്പോൾ രാഹുൽ ഗാന്ധി ആസ് ഒപ്പോസിഷൻ ലീഡർ 100 മിനിറ്റ് സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും എല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്യാനും കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഹ്യൂജ് ചേഞ്ച്. ബാലയ്ക്ക് എന്ത് തോന്നുന്നു? കാരണം നമ്മൾ ഇതുവരെ കഴിഞ്ഞൊരു 10 വർഷത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയുടെ നിഴലായി തന്നെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു.
ഇതുവരെ ഒറ്റയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാത്രം കണ്ടിരുന്ന നമ്മൾ ഈ 18ാം ലോക്സഭ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആ ഫോട്ടോയിലെല്ലാം ഒരാളും കൂടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ബാലയ്ക്ക്? രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ മാത്രമാണ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ, അറ്റൻഡൻസിൻ്റെ കാര്യത്തിലായാലും ചോദ്യങ്ങൾ ചോദിച്ചതായാലും കാര്യമായി ഡിബേറ്റുകൾ നടത്തിയതായാലും നാഷണൽ ആവറേജിനേക്കാളും വളരെ കുറവാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമല്ല അതിനെ നോക്കിക്കാണേണ്ടത്. ഒരു ഒപ്പോസിഷനെ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എസ്പെഷ്യലി കഴിഞ്ഞ 10 വർഷമായി ഒപ്പോസിഷൻ എന്നുള്ളൊരു പ്രസൻസ് നമുക്കില്ല. ലീഡർ എന്നുള്ള സ്ഥാനം മനഃപൂർവ്വം തരാതിരിക്കാനുള്ള ശ്രമങ്ങൾ വരെ അവിടെ നടന്നിട്ടുണ്ട്. 1/10 ഓഫ് ദ സീറ്റ്സ് ആണ് വേണമെങ്കിൽ പോലും അത് നിയമപരമായിട്ട് മാറ്റാനുള്ള ഒരു പ്രൊവിഷനും കൂടിയും ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതിന് പോലും മുന്നിടാതെ ഒരു ഒപ്പോസിഷൻ എന്നുള്ള സ്ഥാനത്തിനെ തീർത്തും ഇല്ലാതെ വെക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യക്തി വരുമ്പോൾ അത് കൃത്യമായ ഒരു പവർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഈ ഓട്ടോക്രസി എന്ന് ഞാൻ പറയുന്നത്. അതായത് ഒരു ഒപ്പോസിഷൻ വേണ്ട ഇന്ത്യക്ക് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മുടെ ഒരു പാർലമെൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഒപ്പോസിഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എത്രയോ ബില്ലുകൾ കഴിഞ്ഞ ലോക്സഭാ കാലഘട്ടത്തിൽ ഒരുപാട് ബില്ലുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും പാസ്സായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒപ്പോസിഷൻ്റെ ഒരു അഭാവം എത്രത്തോളം അവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഓരോന്നും എടുത്ത് സ്ക്രൂട്ടനൈസ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ ബില്ലുകളിൽ എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഈ മാറ്റങ്ങൾ വേണ്ടതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയയും കഴിഞ്ഞ ഒരു 5 വർഷ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഡിബേറ്റ്, ഡിസ്കഷൻ, ഡിസെന്റ് എന്ന് പറയുന്നത് അനിഷേധ്യ ഘടകമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ്. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് കുറച്ചു കാലം മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ അത് തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രതീക്ഷ വരുന്ന കാര്യമാണ്. അതെ, അങ്ങനെ ഡിബേറ്റും ഡിസ്കഷനും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ പോലും എടുക്കാൻ പറ്റാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഐശ്വര്യ പറയുന്നത് റൂളിംഗ് പാർട്ടിക്ക് അങ്ങനെ പ്രകടമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ? ഇതുവരെയുള്ള ഈ 18ാം ലോക്സഭയുടെ ഈ ഒരു 1-2 ആഴ്ചത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോഴത്തേനും പ്രകടമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അതോ കാര്യങ്ങൾ പഴയപടി തന്നെയാണോ? നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല, കാരണം ദിവസങ്ങളായതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫുൾ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും പാറ്റേൺസ് കുറേയൊക്കെ അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. ഉണ്ട്. ഇപ്പോൾ ഈ പ്രോട്ടോം സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഒരു പാർട്ടിയുടെ താല്പര്യം അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ താല്പര്യത്തിനനുസരിച്ച് ആ ഒരു പ്രോട്ടോം സ്പീക്കറിൻ്റെ ചോയ്സിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക, അതിനനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും ആ ഒരു പഴയ ഓട്ടോക്രസി അല്ലെങ്കിൽ ആ പഴയ ഡിക്റ്റേറ്റർഷിപ്പ് ആ ഒരു സാധനം ഇപ്പോഴും റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. പ്രോട്ടോം സ്പീക്കറിന്റെ സെലക്ഷന്റെ കാര്യത്തിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതെ, കാരണം ഏറ്റവും ശരിക്കും പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് 1989 ആദ്യമായിട്ട് MP ആവുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് എ സീനിയർ മോസ്റ്റ് പേഴ്സൺ. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ മുകളിലും കുറച്ച് കോൺട്രവേഴ്സി അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ്. എവിടെ എഴുതപ്പെട്ടതല്ല എന്നുള്ളൊരു ന്യായം കൂടിയാണ് അവരവിടെ അവതരിപ്പിക്കുന്നത്. അത് എഴുതപ്പെടാതെ ഒരു കൺവെൻഷനായിട്ട് ഫോളോ ചെയ്യുന്നത് തന്നെ ആ വ്യവസ്ഥയോടുള്ള റെസ്പെക്ട് മൂലമാണ്. അത് വേണ്ട, ടെക്നിക്കലി അത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട, വേറെ ആൾ ഞങ്ങൾ വെച്ചോളാം എന്നൊരു. അതെ, അത് 8 തവണ MP ആയിട്ടുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഇരിക്കുമ്പോൾ, മാവേലിക്കരയുടെ MP ആണ്, അവിടെ ഇരിക്കുമ്പോഴാണ് കട്ടക്കിൽ നിന്നുള്ള ഭർത്തഹരി മഹ്താബ് എന്നുള്ള BJD-യിൽ നിന്ന് ചാടിപ്പോയി BJP-യിലേക്ക് വന്നിട്ടുള്ള ഒരു MP ആണ്. അദ്ദേഹം 7 തവണ MP ആയിട്ടുള്ളത്. പക്ഷേ കണ്ടിന്യൂസ് ആയി തുടർച്ചയായി 7 തവണ MP ആയി എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ള ഈ മിസ്ഇൻറ്റർപ്രിട്ടേഷനോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഈ അദ്ദേഹത്തിന് പ്രോട്ടോം സ്പീക്കർ എന്നുള്ള പദവി കൊടുക്കുന്നത്. ഹോൾ ഐഡിയ ഓഫ് പ്രോട്ടോം സ്പീക്കർ എന്ന് പറയുന്നത് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സെഷൻ. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണിക്കേണ്ട കാര്യമില്ല, കൺവെൻഷൻ ഫോളോ ചെയ്യാം എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഇതിലിപ്പോൾ പ്രോട്ടോം സ്പീക്കറിൻ്റെ കാര്യം മാത്രമാണോ അതോ ഇപ്പോൾ നമ്മുടെ സ്പീക്കറുടെ ഇലക്ഷൻ എടുത്താലും രാഷ്ട്രപതി അവിടെ പ്രസംഗിക്കൽ വരുമ്പോഴൊക്കെ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട് ബാലയ്ക്ക്? ഇപ്പോൾ എമർജൻസിയുടെ കാര്യം വളരെയധികം ചർച്ച ചെയ്തിരുന്നു. അതെ, പിന്നെ കൂടുതലും പഴയ കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയി ഇപ്പോഴത്തെ കാര്യങ്ങളെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്. പഴയ കാര്യങ്ങൾക്ക് കൃത്യമായൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്, അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനെ വളച്ചൊടിക്കുകയല്ല, അതൊരു ആയുധമായിട്ട് ഉപയോഗിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രസൻസിനെ തന്നെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത്. പ്രൊവോക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്. അല്ല, ഈ എമർജൻസിനെക്കാട്ടിലും ഇപ്പൊ റിലവൻസ് ഉള്ള ടോപ്പിക് മണിപ്പൂറാണ്. പക്ഷെ അത് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ മണിപ്പൂർ രാഷ്ട്രീയത്തിനെക്കാട്ടിലും മേളിൽ നമുക്ക് സമാധാനത്തിന് വേണ്ടി നോക്കിക്കാണണം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷെ ഇപ്പോഴും എമർജൻസിയിൽ എന്ത് സംഭവിച്ചു ഡിസ്കസ് ചെയ്യേണ്ടെന്നല്ല, കാരണം തെറ്റുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് തിരുത്തലുകൾ വരാം. നീറ്റിന്റെ ചർച്ച അനുവദിച്ചില്ല. അതെ, അപ്പോൾ ഇപ്പോഴത്തെ കറന്റ് റിലവന്റ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊണ്ടുവരാതെ പരസ്പരം കരിവാരി തേച്ചിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ അത് ഒരു കറക്റ്റ് ഒരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു ഡാറ്റ ഈയിടെയായിട്ട് വന്നത് രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രസംഗത്തിന്റെ കമ്പാരിസൺ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനകത്ത് വന്ന കീവേഡുകൾ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നീറ്റ്, മണിപ്പൂർ, കർഷകർ, പാവപ്പെട്ടവർ, ദരിദ്രർ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് കൂടുതൽ വന്നത്.
പക്ഷേ നരേന്ദ്രമോദിയുടെ പ്രസംഗം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടി ബാക്കിയുള്ള വേറെ കോൺഗ്രസ് എന്നുള്ള വാക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പുള്ളി ഇപ്പോഴും നെഹ്റുവും കോൺഗ്രസും ഒക്കെ പിടിച്ചിരിക്കുന്ന പോലെ ചിലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യങ്ങളിലൊന്ന് മാമിനോടാണ്. ഈ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പോസ്റ്റും കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള തന്നെയാണ്. ആർട്ടിക്കിൾ 93 പ്രകാരം നമുക്ക് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വേണം എന്നുള്ളതാണ്. പക്ഷെ കുറേ കാലം കൊണ്ട് 2019 മുതൽ ഈ ഒരു പോസ്റ്റ് വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 കയറിയ മന്ത്രിസഭ, ആ സമയത്താണ് നമുക്കൊരു ആക്റ്റീവായിട്ടുള്ളൊരു ഡെപ്യൂട്ടി സ്പീക്കർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കൺവെൻഷനലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീക്കർ ഇപ്പോൾ റൂളിംഗ് പാർട്ടിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നാണ് വരേണ്ടത്. ഇതൊരു കൺവെൻഷനാണ്, എവിടെയും ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു കോൺട്രവേഴ്സി കേട്ടു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ DMK അവർ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും രാഷ്ട്രീയപരമായിട്ട് ഈ പോസ്റ്റുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇത് വേക്കൻ്റ് ആണ്, ഇതിനെക്കുറിച്ചൊരു തീരുമാനം വന്നിട്ടില്ല. ജനാധിപത്യ മൂല്യങ്ങളെ എറിഞ്ഞു കൊടുക്കുന്ന അപകർഷണം പോലെ കണക്കാക്കുന്ന ഒരു ധാർഷ്ട്യം അതിലുണ്ട്. ആ ധാർഷ്ട്യം നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഒരു ജനാധിപത്യം. അതെ, DMKക്ക് ആ ഒരു പദവി വാഗ്ദാനം ചെയ്ത് ചിലപ്പോൾ ഇന്ത്യ ആ ഒരു മുന്നണിയെ തന്നെ ഒന്ന് പിളർപ്പിലേക്ക് നയിക്കാൻ വരെയുള്ള ഒരു ദുരുദ്ദേശം കൂടെ അതിനുണ്ടായിരുന്നു. പിന്നെ ഇവരാരും കേവലം വ്യക്തികളോ അല്ലെങ്കിൽ MP-മാരെന്നുള്ള വെറുതെ ഒരു പദവികളല്ല. ഇവര് മനുഷ്യരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ഇവിടുത്തെ പൗരന്മാരെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്ത ബോധവും അത് കാണിക്കണം, ഒരു മെച്യൂരിറ്റി അതിൽ കാണിക്കണം. ആ ഒരു മെച്യൂരിറ്റി മറന്ന് മൂല്യങ്ങളെല്ലാം തച്ച് തകർക്കുന്ന രീതിയിലാണ് ആ ഒരു പരിപാടി പോകുന്നത്. അതാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുമ്പോൾ ഭയങ്കര പവർഫുൾ പോസ്റ്റാണ്. ഇപ്പം സ്പീക്കർ ഇല്ലാത്ത പക്ഷം സ്പീക്കറിന്റെ എല്ലാ കാര്യങ്ങളും ക്യാരി ഔട്ട് ചെയ്യുന്ന ആ ഫംഗ്ഷൻസ് എല്ലാം കൊണ്ട് നടക്കുന്ന ആളാണ് ഡെപ്യൂട്ടി സ്പീക്കർ. കിട്ടുന്നത് ഒരു ചെറിയ പോസ്റ്റ് അല്ല. അപ്പോൾ കൺവെൻഷനലി ഇത് പൊസിഷനിലേക്ക് പോകേണ്ടതാണ്. ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലും രാഷ്ട്രീയം പ്രതീക്ഷിക്കാമെന്നാണ്. സ്പീക്കർ ഇല്ലെങ്കിലും സ്പീക്കർക്ക് തോന്നുന്ന ആളെ പിടിച്ച് തൽക്കാലത്തേക്ക് അവിടെ ഇരുത്താന്നുള്ളതാണ്. ഞാൻ ആലോചിച്ചത് വളരെ തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ കൂടി, സ്പീക്കർക്ക് അന്ന് ജലദോഷമാണെന്നുണ്ടെങ്കിൽ അന്ന് അവിടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇരിക്കുന്നത്. അന്ന് അവിടെ ഫ്ലോറിൽ എന്താ നടക്കുക നമുക്ക് അറിയില്ല, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും കൂടെയാണത്. അതെ, ശരിയാണ്. പ്രതിപക്ഷത്തെക്കുറിച്ചാണ്, പ്രതിപക്ഷത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്, പ്രതിപക്ഷ നേതാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ജോർജ് ഓർവെലിന്റെ വാക്കുകൾ കടമെടുത്ത് ഒന്ന് ചെറുതായി മോഡിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റിന് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയാനുള്ള അവകാശത്തെ കൂടിയാണ് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രതിപക്ഷ നേതാക്കളായി തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിലെ പകുതിയോളം ആൾക്കാർ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ശബ്ദം കൂടി കേട്ടാൽ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാകുള്ളൂ. ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പങ്ക് വളരെ വലുതായിരിക്കും. ക്ലിയർ AS പോഡ്കാസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി മറ്റൊരു തവണ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.